എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം അതിരാവിലെ സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും എൻ്റെ പ്രിയ പ്രേക്ഷകരുമായി അല്പം സംവാദിക്കുവാനും ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവം വഴിയും വാതിലും ആരോഗ്യവും സുഖവും സന്തോഷത്തിനായിട്ട് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് ബേബി മലശ്ശേരി, ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ. നമ്മൾ ഈ അടുത്ത സമയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇച്ഛഭംഗം സംഭവിച്ചവർ എന്നുള്ള വിഷയമാണ്. അതിൽ ഇന്ന് ഞാൻ വടക്കേയിൽ നടന്ന ഒരു സംഭവ കഥ അല്ലെങ്കിൽ നടന്ന ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരാൻ വിളിച്ചു. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ, അവന് പഠിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പഠിക്കുവാനായിട്ട് പലയിടത്തും പോയി പല ആൾക്കാരും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു. പഠിച്ചവൻ മിടുക്കനായി ഒരു വക്കീലായി. മാത്രമല്ല, അവന് ഒരു ജഡ്ജിയായി മാറുകയും ചെയ്തു. എന്തിനേറെ പറയുന്ന 30-ാം വയസ്സിൽ അവന് ഒരു നല്ല പേരെടുത്ത ജഡ്ജിയായിട്ട് മാറുവാനായിട്ട് സാധിച്ചു. ആ നാട്ടിന്, ആ ഗ്രാമത്തിന്, ആ രാജ്യത്തിന് തന്നെ ഒരു വലിയ അനുഗ്രഹമായ മനുഷ്യനായിട്ട് മാറും. പലരും പറഞ്ഞു, ഇദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയാകും, ഏറ്റവും നല്ല കഴിവുള്ളവനാണ് എന്ന് രാഷ്ട്രീയ മത പണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അഭിപ്രായപ്പെട്ടു. നല്ല ഒരു അനുമോദനം കൊടുത്ത് ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച സമയം മുതൽ ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം തൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്നു. ഞാൻ ഇന്ന് എന്ത് പറഞ്ഞാലും അത് നടക്കും, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കും, അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും സർവ്വ സൈന്യാധിപനാണ് അല്ലെങ്കിൽ സർവ്വ അധികാരിയാണ് എന്നുള്ള ഒരു വലിയ ചിന്ത ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി വന്നു. 2-3 വർഷം ആ ജോലിയിൽ തന്നെ തുടർന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രമാദമായ കേസ്, ഒരു കൊലപാതക കേസ് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അത് നാട്ടിലെ ഒരു വലിയ പൗരൻ, എൻ്റെ മകൻ ചെയ്ത കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ജന്മി, അല്ലെങ്കിൽ ഒരു പ്രമാണി ചെയ്ത കാര്യമാണ്, ചേട്ടൻ്റെ മകൻ ചെയ്ത കാര്യമാണ്. അത് ഒതുക്കി തീർക്കുവാനായിട്ട് കോടതിയിൽ കേസ് വന്നപ്പോൾ ജഡ്ജിയെ സ്വാധീനിക്കുവാനായിട്ട് വന്നു. ഇദ്ദേഹത്തിന് നിവൃത്തിയില്ല. ഇദ്ദേഹം തൻ്റെ നിയമം വിട്ട് താൻ പ്രവർത്തിക്കത്തില്ല എന്ന് പല പ്രാവശ്യവും ഒരുപായിട്ട് പറഞ്ഞിട്ടും അവർ അതിന് സമ്മതിക്കാതെ ഇദ്ദേഹത്തെ നിർബന്ധിച്ചു. ഇദ്ദേഹം അതിനകത്ത് സമ്മതിക്കുകയും വൻ തുക കോഴയായി വാങ്ങുകയും അത് തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. അന്നു മുതൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വലിയ പ്രയാസം കടന്നു വന്നു. ഏതാണ്ട് 3 വർഷം ആയിട്ടുള്ളൂ ജഡ്ജിയായിട്ട്. താൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള വലിയ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി കടന്നു വന്നു. ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് പഠിച്ചു വന്നു, ഉയർന്നു വന്നു, ഞാനിന്ന് നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു, സമൂഹത്തിൽ നല്ല മാന്യതയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് സാധിച്ചില്ല. എന്തിനേറെ പറയുന്നു, ഇദ്ദേഹം ട്രെയിനാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, AC കമ്പാർട്ട്മെൻറ്റിൽ. ഇദ്ദേഹം തൻ്റെ സ്ഥലത്തു നിന്നും ഓഫീസിലേക്ക് ട്രെയിനിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ അവിടെ കാറിന് അങ്ങോട്ട് കയറും. അങ്ങനെയുള്ള ഈ മനുഷ്യൻ AC കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര. ഒരു ദിവസം രാവിലെ ട്രെയിനിൽ കയറാൻ നേരത്ത് കാല് വഴി താര വീണു. തൻ്റെ 2 കാലും മുറിച്ച് പോയി. താൻ ഒരുവിധം രക്ഷപ്പെട്ടു. ഇന്ന് അതിനുശേഷമായിട്ട് അദ്ദേഹം കോടതിയിൽ പോകാൻ വയ്യാതായി. താൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതായിട്ട് വന്നു. തൻ്റെ മോഹങ്ങൾ മുഴുവൻ ചിതലടിച്ച് പോയി. താനിപ്പോൾ നിസ്സഹായനായി, ആരും നോക്കാനില്ലാതെ, ആരും ഗമനിക്കാനില്ലാതെ ആയിക്കഴിയുന്ന ഒരവസ്ഥ വിശേഷം. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ അന്ന് നീതിയായിട്ട് ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ, ആ കേസ് തള്ളിക്കളയാൻ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരികയില്ലായിരുന്നു എന്ന് അനേക വർഷം അദ്ദേഹം മനസ്താപപ്പെട്ട് ജീവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്ന കാര്യം. ഇങ്ങനെ നടന്ന സംഭവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് ജഡ്ജിമാരോട്, നിയമപാലകരോട് പറയാനുള്ളത്, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ സത്യത്തിനും നീതിക്കും അധർമ്മത്തിന് വേണ്ടിയും അധർമ്മത്തിന് എതിരായിട്ടും തന്നെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബം നശിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. തൻ്റെ മക്കൾ അനാഥരായി.
തീർന്നു. തനിക്കൊന്നും പ്രവർത്തിക്കാൻ വയ്യാത്ത അവസ്ഥ. പഴയ കാലത്ത് ഏത് രീതിയിൽ അദ്ദേഹം ഇരുന്നു അതേ രീതിയിൽ തന്നെ ആയി വരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി. അത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാ നിയമകർത്താക്കളും തങ്ങളുടെ നീതി ശരിയായി നടത്താൻ ഞാൻ ഈ സമയത്ത് നടത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നടത്തിയില്ല എങ്കിൽ ഇതുപോലുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.